രണ്ടാം പിണറായി സർക്കാർ 4 വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് വികസനത്തിന്റെ പുതിയ ആശയങ്ങൾ കൂടി. ഒരു നവകേരളം പടുത്തുയർത്തുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. ലോക ഭൂപടത്തിൽ ഇടം നേടിയ വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെ പുതിയ വ്യവസായ പദ്ധതികളാണ് സർക്കാരിന്റെ വികസന ലക്ഷ്യം. 2021 മെയ് മാസത്തിൽ അധികാരമേറ്റ ഇടത് സർക്കാർ ഏറെ പ്രതീക്ഷയോടെയാണ് 5ാം വർഷത്തിലേക്ക് കടക്കുന്നത്. വളർച്ചയുടെ പടവുകളിലൂടെ അതിവേഗം കുതിക്കുകയാണ് കേരളം. ഒരു നവകേരളം പടുത്തുയർത്തുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. കേരളത്തെ ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാക്കി. ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. കൊച്ചി മെട്രോ റെയിലും കണ്ണൂർ വിമാനത്താവളവും പൂർത്തിയാക്കി. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തീകരിച്ചു. വൈദ്യുതി പ്രസരണ വിതരണ രംഗത്തും കാർഷിക വ്യവസായ രംഗത്തും വൻ കുതിച്ചുചാട്ടമാണ് വഴിയൊരുക്കിയത്. ഇടമൺ കൊച്ചി പവർ ഹൈവേയും വീണ്ടെടുത്ത് പൂർത്തീകരിച്ചു. LPG ടെർമിനൽ, തീരദേശ ഹൈവേ, വയനാട് തുരങ്കപാത, KFON, കൊച്ചി വാട്ടർ മെട്രോ, തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ്, ഡിജിറ്റൽ സയൻസ് പാർക്ക് തുടങ്ങി കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന നിരവധി വൻകിട പദ്ധതികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം സർക്കാർ ഇതിനകം 5,79,568 വീടുകൾ അനുവദിക്കുകയും അതിൽ 4,52,156 വീടുകൾ പൂർത്തിയാക്കുകയും ചെയ്തു. ലൈഫ് മിഷൻ മുഖേന 1,51,992 പട്ടികജാതി കുടുംബങ്ങൾക്കും 45,048 പട്ടികവർഗ കുടുംബങ്ങൾക്കും വീട് അനുവദിച്ചു. ടൂറിസം, വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലകളിലെ വളർച്ചയും സർക്കാരിന്റെ നേട്ടങ്ങളാണ്. ജനം, തിരുവനന്തപുരം.